ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വലിയ നോയമ്പിൻ്റെ 23-ാമത്തെ ദിവസമായ ഇന്ന് പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവവചനത്തെ എന്ത് ചെയ്യണം എന്നതാണ്. ദൈവവചനത്തെ പരസ്യമായി വായിക്കണം, ദൈവവചനത്തെ പഠിക്കണം, ദൈവവചനത്തെ വിശദീകരിക്കണം, ദൈവവചനത്തെ പരിശോധിക്കണം, ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കണം, ദൈവവചനത്തെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ദൈവവചനത്തോട് താല്പര്യം കാണിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യണം. മാറ്റമില്ലാതെ സ്വീകരിക്കണം ദൈവവചനത്തെ. ദൈവവചനം പ്രസംഗിക്കണം, ദൈവവചനം പഠിക്കണം, ദൈവവചനം വിശ്വസിക്കണം. മറ്റുള്ളവർക്ക് മാതൃക ആകത്തക്കവണ്ണം ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അതിൽ ഒന്നാമത്തെ പോയിന്റായ ദൈവവചനം പരസ്യമായി വായിക്കണം എന്നുള്ളത് നമുക്ക് വചനത്തിലൂടെ ഒന്ന് നോക്കാം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലിനും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശികളും കേട്ട് പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് നീ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് ജനത്തെ വിളിച്ചു കൂട്ടണം എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് വേദഭാഗം നാം നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 33 മുതൽ 35 വരെ പ്രകാരം പറയുന്നു: എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോവയുടെ നിയമപെട്ടകം ചുവന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന്റെ ഇപ്പുറവും അപ്പുറവും നിന്നു. അവരിൽ പാതിപേർ ഗെരീസീം പർവ്വതത്തിന്റെ വശത്തും പാതിപേർ ഏവാൽ പർവ്വതത്തിന്റെ വശത്തും നിന്നു. അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിന് യഹോവയുടെ ദാസനായ മോശ മുമ്പേ കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ അതിനുശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുഗ്രഹവും ശാപവും ന്യായപ്രമാണങ്ങളും എല്ലാം വായിച്ചു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം നാം നോക്കുമ്പോൾ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 8-ാം അധ്യായം 1-ാം വാക്യം: അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൈവവചനത്തെ പരസ്യമായി വായിക്കണം എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവവചനത്തെ പഠിക്കണം എന്നാണ് പറയുന്നത്. ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2:15 നമുക്ക് ഒന്ന് നോക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ പൗലോസ് ശ്ലീഹാ തീമോഥെയോസിനോട് പറയുന്നത്. അതായത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവവചനത്തെ വിശദീകരിക്കണം.
അതിനായി നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് ഇവിടെ പറയുന്നു. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവവചനത്തെ പരിശോധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമനായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത 5-ാമത്തെ പോയിന്റ് പറയുന്നത് രാവും പകലും ദൈവവചനത്തെ ധ്യാനിക്കണം എന്നാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും എന്ന് ഇവിടെ യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നാം ഇതൊക്കെയും മനസ്സിലാക്കി ദൈവവചനത്തെ രാപകൽ ധ്യാനിക്കുന്നുവെങ്കിൽ ദൈവം അവരെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 6-ാമതായിട്ട് പറയുവാനുള്ളത് കേൾക്കുകയും അനുസരിക്കുകയും വേണം. പരിശുദ്ധനായ പൗലോസ് റോമർക്ക് എഴുതിയ പുസ്തകം ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ പോയിന്റ് വചനം താല്പര്യപ്പെടണം. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 8-ാമത്തെ പോയിന്റ് മാറ്റമില്ലാതെ വചനത്തെ സ്വീകരിക്കണമെന്നാണ്. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം 6-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തെ പ്രസംഗിക്കണമെന്നാണ് 9-ാമത്തെ പോയിന്റ്. 2 തീമോഥെയോസ് 4:2 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവവചനത്തെ ശരിക്കും പഠിക്കണം എന്നാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. 11-ാമത്തതിൽ പറയുന്നത് ദൈവവചനത്തെ വിശ്വസിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 4:4 മർക്കോസ് എവൻഗേലിയോസ്തായി എഴുതിയ പുസ്തകം 1-ാം മർക്കോസ് എവൻഗേലിയോസ്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 12-ാമത് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. അതായത് ദൈവവചനത്തെ അനുസരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം എന്ന് പൗലോസ് ശ്ലീഹായും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിൽ ഒരു നിക്ഷേപം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇതൊക്കെ നാം അപ്പാടെ സ്വീകരിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനമൊക്കെയും പരസ്യമായി വായിക്കുവാൻ, ഉറക്കെ വായിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. തിരുവചനം പഠിപ്പാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണമേ. വചനങ്ങൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുപ്പാൻ സംഗതിയാക്കണമേ. ദൈവവചനത്തെ പരിശോധിക്കുവാൻ ഞങ്ങളെ അർഹതയുള്ളവരാക്കണമേ. തിരുവചനത്തെ രാവും പകലും ധ്യാനിക്കുവാനുള്ള നല്ല ബുദ്ധി ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുവാൻ സംഗതിയാക്കണമേ. തിരുവചനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കണമേ. വചനങ്ങളെ മാറ്റമില്ലാതെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വചനം പ്രസംഗിക്കുവാനും അത് പഠിപ്പിക്കുവാനും ഉള്ള ശക്തിയും ബുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ. വചനത്തിൽ വിശ്വസിച്ച് അതിന് പ്രകാരം ജീവിക്കുവാൻ സംഗതിയാകണമേ. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. ഇതേവരെ ഞങ്ങൾക്ക് തന്നതായ എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരുവാനിരിക്കുന്ന ഈ പകൽക്കാലം കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകണമേ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന ശമൂവേൽ ബാലന്റെ പ്രാർത്ഥനകളെ നീ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. ഇതേവരെ നിങ്ങൾ എന്നെ വളരെ ക്ഷമയോടുകൂടി ശ്രവിച്ച ഇതിന് നന്ദി അർപ്പിക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.